ഇതുപാട്ട് നിർത്ത്. ഇതെന്താ സംഭവം? കുറേ സമയമല്ലോ തുടങ്ങിയിട്ട്. വന്ന പാടെ ഇങ്ങോട്ട് അരിഞ്ഞു കൂട്ടിയാൽ മതിയോ? ഇതെന്താണെന്നൊന്ന് പറയണ്ടേ? അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എങ്കിലൊന്ന് പുറകോട്ട് വെക്കോളൂ. അല്ല, ഇങ്ങനെ പോയി ഇനി എപ്പോൾ എത്താനാ? ഒന്ന് സ്പീഡാക്കിയേ. നല്ല ഒരു മഴ ദിവസം. ഉമ്മ പഴയ പോലെ തന്നെ കഥകളും പഴയ ഓർമ്മകളും പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഉമ്മ എന്ന് പറയുന്നത് ഇവിടെ അമ്മായിമ്മയാണ്. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഉമ്മയുടെ ചെറുപ്പത്തിലെ ജീവിത രീതികൾ, ആ ലളിതമായ ഭക്ഷണം, അതെല്ലാം എനിക്ക് ഉമ്മ എന്നും പറഞ്ഞു തരും. എനിക്ക് കേട്ടിരിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ മഴയുടെ സമയത്ത് തന്നെ ഉമ്മ പണ്ട് മഴക്കാലത്തൊക്കെ കഴിച്ചിരുന്ന താളും കൊള്ളിയും കൂടി വെച്ചിരുന്ന കറീനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പം അന്ന് വൈകുന്നേരം ആയതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയില്ല. പിറ്റേ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. താളെടുക്കാൻ വേണ്ടി ചേമ്പിനെ പോയി നോക്കിയപ്പോൾ കണ്ടില്ലേ, അതെന്തോ ബ്യൂട്ടി കോൺടെസ്റ്റിന് പങ്കെടുക്കാൻ നിൽക്കണ പോലെ നിൽക്കണേ, ഭയങ്കര സ്ലിമ്മായിട്ട്. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല എന്ന് ഉമ്മ പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഒരു കത്തിയെടുത്ത് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ ചേമ്പുണ്ടെന്ന് ഉമ്മ പറഞ്ഞു. അപ്പോൾ ഉമ്മാനെയും കൂട്ടി തന്നെ പോവാണ്. കൂട്ടത്തിൽ നമ്മുടെ മോനുണ്ട്. അപ്പോൾ മോനെ ഞങ്ങൾ ആപ്പിച്ചു എന്നാണ് വിളിക്കണേ. ഹാഫീസ് എന്നാണ് പേര്. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോയിൽ അവനെ ആപ്പിച്ചു എന്ന് പറയുള്ളൂ കേട്ടോ. ഞങ്ങളിവിടെ വിറകൊക്കെ ഇങ്ങനെ കീറിയൊക്കെ ഇട്ടേക്കണ്ട, മുഴുവൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മുറ്റത്ത്. അപ്പോൾ ഞങ്ങൾ കത്തിയൊക്കെ ചെല്ലുമ്പോൾ ഇനി ചേച്ചി പേടിക്കാവോ? അപ്പോൾ അവിടെ ചെന്നു ഉമ്മയും ചേച്ചി കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചേമ്പൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഞാനത് പോയി നോക്കട്ടെ കേട്ടോ. വേണ്ട, നമ്മുടെ വീട്ടിലത്തെയും ഈ ചേമ്പും കൂടി നോക്കിയാൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ചേമ്പാണ് നമുക്ക് ഈ കറിക്ക് നല്ലതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മുറിക്കാൻ നല്ല പാകമായിട്ടുള്ളത് ചേച്ചി കാണിച്ചു തന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ കേട്ടോ, ഇതുപോലത്തെ രണ്ടെണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി എടുത്ത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴുണ്ടടാ രണ്ടുപേരും ഇവിടെ നല്ല പരിപാടിയാണ്. ചേച്ചിയുടെ കയ്യിൽ നിന്ന് ലൂബിക്ക പൊട്ടിച്ച് വാങ്ങുകയാണ്. ഞങ്ങൾ ലൂബിക്കാന്ന് പറയാ. ഇതാണ് സംഭവം. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേരെന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഈ ലൂബിക്കയായിട്ട് എനിക്കൊരു വളരെ അഗാധമായൊരു ബന്ധമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഫസ്റ്റത്തെ വീഡിയോ ലൂബിക്ക കൊണ്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. കാണാത്തവർ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ ലൂബിക്ക പഴുത്ത് തുടങ്ങണുള്ളൂ. ഒരുപാട് അങ്ങോട്ട് പഴുത്തിട്ടൊന്നുമില്ല, മുഴുവനും പച്ചയാണ്. കിടക്കണതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് പച്ചക്ക് അങ്ങനെ അധികം കഴിക്കുന്നത് ഇഷ്ടമല്ല, ചുണ്ടിലൊക്കെ ഇങ്ങനെ പൊട്ടണമുണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയല്ലേ, ഉപ്പിലിട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഈ വീട്ടിലെ കുട്ടികളെ ട്യൂഷൻ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അവരിത് വരുമ്പോൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വഴക്കറിയും. പിന്നെ നമ്മുടെ ചെറുപ്പം ഓർക്കുമ്പോൾ പറയാൻ തോന്നില്ല, നമ്മളിതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ. ഞാനും ഓരോ കൂടെ കൂടും അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ഓർമ്മകളാണ് ലൂബിക്ക തന്നത്. ഇനി നമുക്ക് വേഗം താള് കറിയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ താള് കണ്ട് ഇവിടെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഉമ്മ ഇതൊന്നും കൂടി ഇതിൻ്റെ തോലൊക്കെ കുളിച്ചിട്ട് ഒന്നും കൂടി കഴുകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൊരു കിഴങ്ങാണ് 2 താളിന് വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, ഇതുപോലത്തെ തോല് നമ്മളിതുപോലെ ഇങ്ങനെ ഉലിച്ചെടുക്കാം. നല്ല രസമുണ്ട് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങോട്ട് ഉലിച്ചെടുക്കാം. ഞാനാദ്യം കൈയൊക്കെ ചൊറിയുന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ചൊറിഞ്ഞൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നേർത്തതാണെങ്കിൽ ഇതുപോലെ കുറച്ചുകൂടി ബുദ്ധിമുട്ട്. അപ്പോൾ ആ കടഭാഗത്ത് കൂടുതൽ ചെയ്യാൻ ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കിഴങ്ങ്, അതായത് കൊള്ളി, കപ്പ എന്നൊക്കെ പറയുന്ന സംഭവം നമുക്കൊന്ന് വെട്ടിയെടുക്കാം. പല സ്ഥലത്ത് പല പേരായതുകൊണ്ട് എനിക്കിങ്ങനെ വീഡിയോയിൽ പറയുമ്പോൾ എന്ത് പറയണം എന്നൊരു ഡൗട്ടാണ്. ഞങ്ങൾ കൊള്ളി എന്നാണ് പറയാം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നുറുക്കി നമുക്ക് കഴുകിയെടുത്തിട്ട് വരാം. ഉമ്മ ഇതൊക്കെ ചെയ്യാൻ എക്സ്പേർട്ടാണ് കേട്ടോ. ഞാനും ചെയ്യും, പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ഉമ്മ ചെയ്യുന്ന അത്രയും സ്പീഡും ആ ഒരു പെർഫെക്ഷനും കിട്ടാറില്ല ഇതുപോലുള്ള ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഇനി താള അരിയണതാണെങ്കിലും കണ്ടോ, ആ ചെറുത് എല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ടിങ്ങനെ അരിയണം. ആ ഒരു വലിപ്പം മതി. പിന്നെ വലുതാണെങ്കിൽ നമുക്കൊന്നും കൂടി നെടുകെ പൊളിച്ച് 2ആക്കിയിട്ട് വേണം ഒന്നും കൂടി അരിയാൻ കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയണത്. അതിനെപ്പോലെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്കൊന്നും ഇത് അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ കണ്ടോ, ഇതുപോലെ കേട്ടോ വലിയ താളിൻ്റേത് ഇതുപോലെ ഇങ്ങനെ 2ആക്കി പിളർത്തിയിട്ട് അടക്കി പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ അരിഞ്ഞു കൂട്ടലിൻ്റെ പിറകിൽ ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. ഇനി മുമ്പോട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അരിയൽ പരിപാടികളൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞു. നമ്മളതെല്ലാം കഴുകി. അപ്പോൾ താളൊന്നും കൂടി കഴുകിയെടുത്തിട്ടുണ്ട്, കിഴങ്ങ് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് വേണ്ട തേങ്ങ, അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വളരെ കുറച്ച് നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് ഫ്ലേവർ വേണ്ടാത്തതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ 2 അല്ലി എടുത്താലും മതി. ഇത് ചെറുതായതുകൊണ്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരക്കാനുള്ളതാണ്. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി ഇത് വേവിക്കാനിടുക കേട്ടോ. അപ്പോൾ കിഴങ്ങ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചില്ല. കിഴങ്ങ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം താളാണ് ഇട്ടത്, പിന്നെ കിഴങ്ങിട്ടു, വീണ്ടും താളിട്ടു, വീണ്ടും കിഴങ്ങിട്ടു. അപ്പോൾ അതുപോലെ ലെയർ ചെയ്താണ്ട് ഇട്ടേക്കണം. അപ്പോൾ പിന്നെ അവരൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ അതിന് മേലെ മുളക് ഇട്ട്, നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഇവിടെ അധികം എരിവ് വേണ്ട, അതുകൊണ്ട് 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്.
വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിക്കണുള്ളൂ കേട്ടോ. ഇത് വെന്ത് വരുമ്പോൾ താളിയിൽ നിന്ന് വെള്ളം വരും. അതുപോലെ തന്നെ ഇത് ഇത്ര അളവൊന്നും ഉണ്ടാവില്ല എന്ന് ഉമ്മ പറഞ്ഞു. നമുക്കിത് വെന്ത് വരുമ്പോൾ നോക്കാം. ഇത് വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. ഇത് വെച്ചു. ഇനി നമ്മൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് വേണം കേട്ടോ വിസിലടിപ്പിക്കാൻ. കിഴങ്ങിൻ്റെ വേവ് നമ്മൾ സാധാരണ അടിക്കണ പോലെ എങ്ങനെയായിരിക്കും അതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ അതിൻ്റെ നേരെ പകുതിയായി. താളൊക്കെ ഇതിൽ കാണാനും പോലും പറ്റുന്നുണ്ടായില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ കാണിച്ച തേങ്ങ, വെളുത്തുള്ളി, ജീരകത്തിൻ്റെ കൂട്ട് നമ്മൾ അരച്ച് ചേർക്കണം. അപ്പോൾ ഇത് ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ തരിതരിപ്പ് പോലെയാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് തന്നെ വെച്ചേക്കാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ അതവിടെ ഇരുന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്കൊന്നൊരു താളിപ്പ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു താളിപ്പ്, ഉള്ളിയൊന്നും ചേർക്കണില്ല. കടുക്, അതുപോലെ തന്നെ വേപ്പില, പിന്നെ ഉണക്കമുളക്, ഇത്രയും ചേർത്ത് താളിച്ചിട്ട് അപ്പോൾ അതേ താളിപ്പ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് ആ പഴയൊരു ടേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മാത്രം വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ നന്നായിട്ട് കഴിച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊള്ളിയും ചാളയും അങ്ങനെ നോൺ വെജ് ബീഫൊക്കെ ചേർത്ത് കഴിച്ചിട്ടുണ്ട്. താളും കൊള്ളിയും കൂടി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ. പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കധികം ആ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ ഉമ്മ ഇങ്ങനെ പഴയ കഥകൾ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഉമ്മയുടെ കൂടെ കൂടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതേ മോനും എൻ്റെ കയ്യാണ് കേട്ടോ. അവനും എൻ്റെ മേലിരുന്നിട്ട് അതിൽ തോണ്ടി കാണിക്കണം. അപ്പോൾ അവനും ഞാൻ കൊടുത്തു കഴിക്കാൻ. അവനും ഇഷ്ടമായി. ഇവിടെ വളരെ എരിവ് കുറവ് ചേർത്ത് ഉണ്ടാക്കണോണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടായില്ല അവനക്കും കഴിക്കാനായിട്ട്. വളരെ ടേസ്റ്റി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളും പഴയ ടേസ്റ്റൊക്കെ അറിഞ്ഞിരിക്കണ്ടേ, നമ്മൾ മലയാളികളല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ മോനിക്കും കൊടുത്തു. അവനും ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതെല്ലാവുമ്പോൾ കഴിച്ചാൽ ഭാഗ്യം എന്ന് വിചാരിക്കണം. പക്ഷേ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും അതൊക്കെ കൊടുക്കാൻ. അപ്പോൾ പുറത്ത് താമസിക്കുന്നവരാണെങ്കിലും നാട്ടിലുള്ളവരാണ് ആരാണെങ്കിലും മക്കൾക്ക് ഇതൊക്കെ കൊടുക്കുക. നമ്മുടെ പഴമയുടെ രുചി ഒരിക്കലും കൈവിട്ട് കളയരുത്. അതിനുള്ള ആരോഗ്യം അവർക്ക് കിട്ടും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യാട്ടോ. ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് അത് നിങ്ങളുടെ അഭിപ്രായമായിട്ട് അറിയിക്കുമെങ്കിൽ മാത്രമേ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.